മലപ്പുറത്തെ +1 സീറ്റ് വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയാതെ സർക്കാർ ഒരു ക്ലാസ്സിൽ 70-ലധികം കുട്ടികൾ വന്നാൽ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മലപ്പുറത്ത് അധിക ബാച്ചുകൾ അനുവദിക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നതാണ്. ജില്ലയിൽ 79,730 പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട്. കൂടാതെ ഇതര സിലബസിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളും 5000-ഓളം വരും. ജില്ലയിൽ 85 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും 88 എയ്ഡഡ് സ്കൂളുകളുമാണ് ഉള്ളത്. ഇവയിൽ 839 ബാച്ചുകളിലായി 41,950 സീറ്റുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ബാച്ചുകളടക്കം ജില്ലയിൽ 85 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും 88 എയ്ഡഡ് സ്കൂളുകളുമാണ് ഉള്ളത്. ഇവയിൽ 839 ബാച്ചുകളിലായി 41,950 സീറ്റുകളുമുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ബാച്ചുകളടക്കം ജില്ലയിൽ 165 ബാച്ചുകളിലായി 53,250 സീറ്റുകളുണ്ട്. താൽക്കാലിക സീറ്റ് വർധന മൂലം സർക്കാർ സ്കൂളുകളിലെ 452 ബാച്ചുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെ 387 ബാച്ചുകളിലുമായി 10,650 സീറ്റുകളാണ് ജില്ലയ്ക്ക് അധികമായി ലഭിക്കുക. ഇതുപ്രകാരമാണെങ്കിൽ 52,600 സർക്കാർ എയ്ഡഡ് സീറ്റുകൾ മലപ്പുറം ജില്ലയിലുണ്ടാവും. അധിക ബാച്ചുകൾ അനുവദിക്കാനാവില്ല എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തെറ്റായ തീരുമാനമെന്നാണ് UDFന്റെ ആരോപണം. കഴിഞ്ഞ 2 വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ചതാണ്. വളരെ ഗൗരവത്തോടുകൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല. 50 പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേര് ഇപ്പം തന്നെ ഇരിക്കുന്നത്. വീണ്ടും 6-7 പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ 72 കുട്ടികൾ 75 കുട്ടികളൊക്കെ ഒരു +2 ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത്. ഇപ്പം തന്നെ +2ലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഗവൺമെൻറ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇപ്പം ആരും മിണ്ടുന്നില്ല. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിക്കാൻ സാധ്യത കുറവുള്ള സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ജനം, മലപ്പുറം.